ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. T20 സീരീസിലെ 4ാം മത്സരത്തിൽ ഇന്ത്യയെ 50 റൺസിന് തോൽപ്പിച്ചിരിക്കുകയാണ് ന്യൂസിലാൻഡ്. തീർച്ചയായിട്ടും ഈ ഒരു സീരീസ് ഓൾറെഡി ഇന്ത്യൻ ടീം സ്വന്തമാക്കിയതാണ്. ഈ ഒരു 4ാം T20യിൽ ശക്തമായി ഫൈറ്റ് ബാക്ക് നടത്തിക്കൊണ്ട് 50 റൺസിന്റെ പടുകൂറ്റൻ വിജയം ന്യൂസിലാൻഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും 23 പന്തിൽ 65 റൺസിന്റെ ഗംഭീര ഇന്നിംഗ്സ് കളിച്ചുകൊണ്ട് ശിവൻ ദുബെ ഒരു വലിയ ശ്രമം നടത്തി നോക്കിയെങ്കിൽ കൂടി ഇന്ത്യയുടെ വിക്കറ്റുകൾ തുടക്കത്തിൽ നിന്ന് നഷ്ടമായത് ശരിക്കും ഇന്ത്യക്ക് ഒരു തിരിച്ചടിയാവുകയായിരുന്നു. റിങ്കു സിംഗ് 30 പന്തിൽ 39 റൺസ് എടുക്കുകയും സഞ്ജു സാംസൺ 24 റൺസ് എടുത്ത് പുറത്താവുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇന്ത്യൻ ടീം ഈ ഒരു കളി തോൽക്കാൻ വലിയൊരു കാരണമായത് തുടക്കത്തിൽ ആ ഒരു വിക്കറ്റുകൾ നഷ്ടമായതിന് പുറമെ ഇന്ത്യ ഇന്ന് ഇറക്കിയ ഒരു കോമ്പിനേഷൻ എത്രത്തോളം വർക്കൗട്ട് ആയിട്ടുണ്ടെന്നുള്ളതിൽ വലിയൊരു ചോദ്യവുമുണ്ട്. കാരണം ഇഷാൻ കിഷന് റീപ്ലേസ്മെന്റ് ആയിക്കൊണ്ട് അർഷ്ദീപ് സിംഗിനെയാണ് പ്രഖ്യാപിച്ചത്. അതെന്ത് തരത്തിലുള്ള റീപ്ലേസ്മെന്റ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും ഒരു പ്രോപ്പർ ബാറ്റ്സ്മാന്റെ അഭാവം കളിയിൽ നിയലിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യവും. കഴിഞ്ഞ മത്സരത്തിൽ നിന്നും ഒരൊറ്റ ചേഞ്ച് മാത്രമായിട്ടാണ് ടീം ഇന്ത്യ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് ഇഷാന് ചെറിയൊരു നികളുടെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പകരം അർഷ്ദീപ് സിംഗിനെയാണ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും ടോസ് ലഭിച്ചുകൊണ്ട് ആദ്യം ബോൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ടീം ഇന്ത്യ. പക്ഷേ അൾട്രാ അഗ്രസീവായിട്ട് തുടങ്ങുന്ന ന്യൂസിലാൻഡിനെയാണ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. ന്യൂസിലാൻഡിന്റെ ഇന്നിംഗ്സിലെ 8.2 ഓവറിലാണ് ആദ്യ വിക്കറ്റ് നഷ്ടമാവുന്നത്. അപ്പോഴേക്കും ന്യൂസിലാൻഡ് 100 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഡെവോൺ കോൺവേ ആണ് ആദ്യം കുൽദീപ് യാദവ് മടക്കിയിട്ടുണ്ടായിരുന്നത്. കോൺവേ അപ്പോഴേക്കും 23 പന്തുകളിൽ 44 റൺസിന്റെ തകർപ്പൻ ഇന്നിംഗ്സ് കളിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും മറ്റൊരു ഓപ്പണറായിട്ടുള്ള ടിം സീഫർട്ടും വെട്ടിക്കെട്ടാണ് അക്ഷരാർത്ഥത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നതും. 25 പന്തുകളിലാണ് അദ്ദേഹത്തിന്റെ 50 പിറക്കുന്നതും. പക്ഷേ രജിൻ രവീന്ദ്ര വന്നപ്പാടത്തുനിന്ന് 4 പന്തുകളിൽ 2 റൺസ് മാത്രം നേടിക്കൊണ്ട് ജസ്പ്രീത് ബുംറയുടെ പന്തിൽ ഔട്ടായി പോവുകയായിരുന്നു. 36 പന്തുകളിൽ 62 റൺസിന്റെ ഗംഭീര ഇന്നിംഗ്സ് ആണ് ടിം സീഫർട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. 18 പന്തുകളിൽ 39 റൺസ് അടിച്ച ഡാരിൽ മിച്ചലിന്റെ ഭാഗത്ത് നിന്നും വന്ന കോൺട്രിബ്യൂഷനാണ് ന്യൂസിലാൻഡിനെ 215 എന്ന അത്യാവശ്യം മികച്ചൊരു സ്കോറിലേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നതും. ബൗളിംഗിൽ അർഷ്ദീപ് സിംഗും കുൽദീപ് യാദവും 2 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ജസ്പ്രീത് ബുംറ 1 വിക്കറ്റുമാണ് വീഴ്ത്തിയിട്ടുള്ളത്. ഹർഷിത് റാണയ്ക്കും അതേപോലെ രവി ബിഷ്ണോയ്ക്കും അത്യാവശ്യം നന്നായിട്ട് അടി കിട്ടിയിട്ടുമുണ്ട്. ബിഷ്ണോയ്ക്ക് 1 വിക്കറ്റ് വീഴ്ത്താനും സാധിച്ചിട്ടുണ്ട്. ന്യൂസിലാൻഡ് അടിച്ച 215 എന്ന സ്കോർ ഒരു മികച്ച ടോട്ടൽ ആണെങ്കിൽ കൂടി ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്ത് വെച്ചുകൊണ്ട് ഇത് എത്ര തവണ അനായാസമായി ചേസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നേരെ വിപരീതമാണ് കാര്യങ്ങൾ സംഭവിച്ചത്. ആദ്യ പന്തിൽ തന്നെ ഗോൾഡൻ കൊണ്ട് അഭിഷേക് ശർമ്മ മടങ്ങിപ്പോകുന്നു. ഡെവോൺ കോൺവോയുടെ ഒരു സൂപ്പർബ് ക്യാച്ചാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നതും. ഈ ഒരു കളിയിൽ ന്യൂസിലാൻഡിന്റെ ഫീൽഡിംഗ് ഒക്കെ ഗംഭീരമായിരുന്നു. നമ്പർ 3ൽ ഇഷാൻ കിഷൻ ഇല്ലാത്തതോടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് ഇറങ്ങിയത്. ഇറങ്ങിയപാടെ 2 ഫോറുകളൊക്കെ അടിച്ചുകൊണ്ട് താൻ ടച്ചിലാണെന്ന് കാണിക്കുന്ന വിധത്തിലുള്ള ഷോട്ടുകൾ അദ്ദേഹം കളിച്ചെങ്കിൽ കൂടി പക്ഷേ 8 പന്തുകളിൽ 8 റൺസ് മാത്രം എടുത്തുകൊണ്ട് ജേക്കബ് ഡഫിയുടെ ഒരു റിട്ടേൺ ക്യാച്ചിലൂടെ അദ്ദേഹവും മടങ്ങിപ്പോകുന്നു. തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിന്റെ ഭാഗത്ത് എല്ലാ പ്രഷറുകളും, കാരണം 3 ഓവറുകളാകുമ്പോഴേക്കും 2 വിക്കറ്റുകൾ, 2 പ്രധാന വിക്കറ്റുകൾ നഷ്ടമായി കഴിഞ്ഞു. അതേപോലെ 3ാമത്തെ ഓവറിൽ റിങ്കു സിംഗിനെ ഇറക്കി വിടുകയും ചെയ്യുന്നു. സഞ്ജു സാംസണും റിങ്കു സിംഗും ചേർന്നുകൊണ്ട് അത്യാവശ്യം മികച്ചൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുത്തെങ്കിൽ കൂടി അത് അധിക നേരമൊന്നും മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. സഞ്ജുവിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 3 മത്സരങ്ങളിലും അദ്ദേഹത്തിന് നല്ലൊരു ഇന്നിംഗ്സ് കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇന്നത്തെ മത്സരത്തിൽ നല്ലൊരു സ്റ്റാർട്ട് ലഭിച്ചെങ്കിൽ കൂടി അതൊരു വലിയ സ്കോറാക്കി മാറ്റാൻ കഴിഞ്ഞതുമില്ല. 15 പന്തുകളിൽ 24 റൺസ് എടുത്തുകൊണ്ട് മിച്ചൽ സാൻഡറിനെ ഒരു സൂപ്പർബ് പന്തിലാണ് സഞ്ജു മടങ്ങിപ്പോകുന്നത്. ശരിയാണ്, അതൊരു കിടിലം ബോൾ തന്നെയായിരുന്നു. പക്ഷേ സഞ്ജുവിൽ നിന്നും കുറച്ചുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലേ? ഏതായാലും സഞ്ജു ആ ഒരു 3 സ്റ്റംപ്സും കവർ ചെയ്യാതെ സാൻഡറിനെ പോലെയുള്ള ഒരു ബോളറുടെ സ്പിൻ ബോളിങ്ങിനെ നേരിടാൻ നിന്നു എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും നിരാശാജനകം. അദ്ദേഹം നല്ലൊരു ഫോമിലാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഷോട്ടുകൾ അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ജേക്കബ് ഡഫിയൊക്കെ ഒരു ഗംഭീര സിക്സറൊക്കെ സഞ്ജു അടിക്കുന്ന കാഴ്ച വളരെ മനോഹരമായിരുന്നു. ഏതായാലും പോട്ടെ, അടുത്ത മത്സരം നന്നായി കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. 200-ലധികം റൺസ് ചേസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരൊക്കെ പെട്ടെന്ന് മടങ്ങിയിട്ടും ഇന്ത്യ ഏതാണ്ട് തോൽവി ഉറപ്പിച്ച ആ ഒരു ഘട്ടത്തിലും ശിവൻ ദുബെ കളിച്ച ആ ഒരു കളി എടുത്തു പറയുക തന്നെ വേണം. അമ്മാതിരി അടിയായിരുന്നു ദുബൈയിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. 15 പന്തുകളിലാണ് അദ്ദേഹത്തിന്റെ 50 പിറക്കുന്നതും. 30 പന്തുകളിൽ 39 റൺസ് അടിച്ച റിങ്കു സിംഗിന്റെ ആ ഒരു സംഭാവനയും ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ള താരങ്ങൾക്കൊന്നും വലിയൊരു സ്കോറിലേക്ക് പോകാൻ സാധിക്കാതെ പോയത് തന്നെയാണ് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായത്. അതുപോലെ തന്നെ മിച്ചൽ സാൻഡർ ന്യൂസിലാൻഡിന് വേണ്ടി 3 വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് ഹീറോ ആയി മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഏതായാലും ഇനി 5ാം T20 തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണല്ലോ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. സഞ്ജുവിൽ നിന്നും ആ ഒരു കളിയിലെങ്കിലും ഗംഭീരമായിട്ടുള്ള ഇന്നിംഗ്സ് വരട്ടെ എന്ന് ആഗ്രഹിക്കാം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.